നിങ്ങൾക്ക് പഠിക്കാൻ കുറേ സബ്ജക്ട്സ് ഉണ്ട്, കുറേ ചാപ്റ്റേഴ്സ്, നോട്ട്സ്, അസൈൻമെന്റ്സ്, ടെസ്റ്റ്, റൈറ്റ് എല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്റ്റുഡൻസ് ബേൺ ഔട്ട് ആവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളത് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനെ സഹായിക്കുന്ന 3 ടിപ്സ് നോക്കാം. നമ്പർ 1, ദ കോഗ്നിറ്റീവ് ലോഡ് പ്രോബ്ലം. കോഗ്നിറ്റീവ് ലോഡ് എന്ന് വെച്ചാൽ അറ്റ് എ ഗിവൺ ടൈം നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയിലുള്ള ടോട്ടൽ മെന്റൽ ഡിമാൻഡ് ആണ്. നിങ്ങളുടെ ബ്രെയിനിന് ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ട് എന്നത് ആദ്യം നിങ്ങൾ അറിയണം. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള 10 സബ്ജക്റ്റിനെയും പറ്റി ആലോചിക്കുമ്പോൾ തന്നെ യുവർ ബ്രെയിൻ ഗെറ്റ്സ് ഓവർലോഡഡ്. അത് കാരണം ഓരോ സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ പെർഫോമൻസ് കുറയാം. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കമ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. അതായത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ആ ഒരു സബ്ജക്റ്റ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എന്നൊരു തോട്ട് നിങ്ങൾ കൊണ്ടുവരിക. നമ്പർ 2, സബ്ജക്ട് പ്രയോറിറ്റി റൊട്ടേഷൻ. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾക്ക് എത്ര സബ്ജക്ട്സ് ആണോ ടോട്ടൽ പഠിക്കാനുള്ളത്, ലൈക്ക് അത് 6 ആവാം 10 ആവാം, എനിവേസ് അതിനെ 2 ഗ്രൂപ്പ് ആക്കാം. പ്രയോറിറ്റി ഗ്രൂപ്പ് സബ്ജക്റ്റും സപ്പോർട്ട് ഗ്രൂപ്പ് സബ്ജക്റ്റും. ഈ പ്രയോറിറ്റി ഗ്രൂപ്പ് സബ്ജക്റ്റിൽ നിങ്ങളുടെ വീക്കസ്റ്റ് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹയസ്റ്റ് എക്സാം വെയിറ്റ് ഉള്ള സബ്ജക്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസ് ഉടനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്ട്. സപ്പോർട്ട് ഗ്രൂപ്പ് സബ്ജക്റ്റിൽ ബാക്കിയുള്ള സബ്ജക്ട്സ് ആഡ് ചെയ്യാം. ഇനി ഓരോ ദിവസവും പഠിക്കാനിരിക്കുമ്പം പ്രയോറിറ്റി ഗ്രൂപ്പിലെ 2 സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, സപ്പോർട്ട് ഗ്രൂപ്പിലെ 1 സബ്ജക്റ്റും. അടുത്ത ദിവസവും വേറെ ഡിഫറെന്റ് സബ്ജക്ട്സ് ഓൺ ദ പ്രയോറിറ്റി ഗ്രൂപ്പ് ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പിലെ അടുത്ത സബ്ജക്ട്. ഇതേപോലെ ഒരാഴ്ച പഠിക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും വേണ്ട അറ്റൻഷൻ കിട്ടും, ഒരു സബ്ജക്റ്റും ഇഗ്നോർഡ് ആവില്ല. ഇങ്ങനെ ഓരോന്നും പഠിക്കുന്നതിനനുസരിച്ച് പ്രോപ്പർ പീരീഡ്സിൽ അതിന്റെ റിവിഷൻ അല്ലെങ്കിൽ റിവ്യൂ നടത്താൻ പ്രത്യേകം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ കുറച്ചുകൂടി ഇഫേർട്സ് ഇടാൻ റെഡി ആണെങ്കിൽ ഞാൻ അടുത്തതായിട്ട് പറയുന്ന കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്തോളൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചോളൂ. ഓരോ സബ്ജക്റ്റിനും ഒരു ഡെഡിക്കേറ്റഡ് 1 പേജ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ എല്ലാ സബ്ജക്റ്റിന്റെയും കംപ്ലീറ്റ് ചാപ്റ്റർ ലിസ്റ്റ് എഴുതുക. നിങ്ങളുടെ കറന്റ് സ്റ്റേറ്റസ് എന്താണ് ഓരോ ചാപ്റ്ററിലും എന്നത് എഴുതാൻ അടുത്ത കോളം. പിന്നെ അപ്കമിംഗ് ടെസ്റ്റ് ഡേറ്റ് ഓൺ ദാറ്റ് ചാപ്റ്റർ. പിന്നെ ആ ചാപ്റ്റേഴ്സിലെ വീക്ക് ടോപ്പിക്സ് എഴുതാൻ ഒരു കോളം കൂടെ. ഗൈസ്, ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം എല്ലാ സബ്ജക്റ്റിനും പ്രത്യേകം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ബ്രെയിൻ ഓവർലോഡ് ആവുന്നത് തടയാനും പറ്റും. ഈ എഴുതിയത് ഓരോ ആഴ്ചയ്ക്കനുസരിച്ചും അപ്ഡേറ്റ് ചെയ്യണം. ഓരോ സബ്ജക്റ്റിനും 5 മിനിറ്റ് വെച്ച് ചെലവഴിച്ചാൽ മതിയാവും, അല്ലാതെ ഒരുപാട് സമയമൊന്നും നൽകണ്ട. ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഗൈസ്, ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ സ്റ്റഡി നടത്താൻ പറ്റും. സോ ട്രൈ ചെയ്യൂ. നമ്പർ 3, ബിൽഡിംഗ് സസ്റ്റൈനബിൾ സ്റ്റാമിന. ദിവസവും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിന് ഇനി പറയുന്ന ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക. ഡെയിലി നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസ് എന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓരോ സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോഴും എന്താണ് മെയിൻ ആയിട്ട് അതിൽ നിന്ന് പഠിച്ചത് എന്നത് ഒരു ലൈനിൽ, ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിടുക. ആൻഡ് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ കയ്യിൽ ഒരു എവിഡൻസ് തന്നെ ഉണ്ടാവും. അതിൽ നിങ്ങളുടെ പ്രോഗ്രസ് കാണാൻ പറ്റും. ഇത് തന്നെ നിങ്ങളുടെ ഒരു വലിയ മോട്ടിവേഷൻ അല്ലേ? ഈ പ്രോഗ്രസ് എല്ലാ ആഴ്ചയും മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കും. അതിന് ഓരോ ദിവസവും നിങ്ങൾ ഇഫേർട്സ് ഇട്ട് തന്നെ പഠിക്കും. ഗൈസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സബ്ജക്ട് ഉണ്ടെങ്കിലും ബേൺ ഔട്ട് ആവാതെ അതൊക്കെ മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.